ഈ ജീവിതത്തിൽ അർത്ഥം പകരുന്നത് ഈശ്വര വിശ്വാസമാണ്, ദൈവവിശ്വാസം. ദൈവവിശ്വാസം ഇല്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് വിത്ത് ഫുൾ ഓഫ് സോറോസ് ആൻഡ് സഫറിങ്സ് ആൻഡ് വിച്ച് ഹാസ് നോ മീനിങ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അത് കറക്റ്റാണ്. ഇഫ് നോ ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കി കൊടുക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം, ഉറച്ച വിശ്വാസം എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദാനമാണ്. അതെല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരിക്കണം എന്നില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും അച്ഛനായാൽ, മെത്രാനായാൽ, സമർപ്പിതരായാൽ വിശ്വാസം അങ്ങനെ സെമിനാരി പരിശീലനത്തോട് കിട്ടുന്നു. അങ്ങനെ ഇല്ല. കാര്യങ്ങൾ അറിയും തോറും അത് അനുഭവവേദ്യമാകാൻ അവസരമുണ്ടെന്ന് മാത്രം. പക്ഷെ വിശ്വാസം ഒരു ദാനമാണ്. അത് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നതാണ്. വിശ്വാസം ഒരു ദാനമാണ്, മറക്കരുത്. വിശ്വാസമില്ലാതെ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോയ ഒരു വൈദികനെ എനിക്കറിയാം. ആ വൈദികനായിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല ശരിക്കും. സെമിനാരി പരിശീലന കാലഘട്ടം ഇങ്ങനെ കടന്നു പോയി, കടക്കുമ്പോണം കടന്ന് അച്ഛനായി വന്നു. അദ്ദേഹം പള്ളിയിൽ വന്ന് പറഞ്ഞൊരു പ്രസംഗം നിങ്ങൾക്ക് കേൾക്കണോ? ഉയർപ്പ് തിരുനാളിൻ്റെ അവസരത്തിൽ പറഞ്ഞ പ്രസംഗമാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈശോ ഉത്ഥാനം ചെയ്തെന്നാണല്ലോ നമ്മുടെ വെപ്പ് എന്ന്. അപ്പം ആൾക്ക് ബോധ്യമില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ആ അച്ഛൻ, ഞാൻ പറഞ്ഞ ഒരു അച്ഛനായതുകൊണ്ട് മാത്രം വിശ്വാസം ഉണ്ടാവണമെന്നില്ല എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിച്ചതാ. അച്ഛൻ തന്നെ പ്രസംഗിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞു, നന്മ ചെയ്തവർക്ക് മരണശേഷം സ്വർഗം കിട്ടും, തിന്മ ചെയ്തവർക്ക് മരണശേഷം നരകം കിട്ടും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും കണ്ടില്ലെങ്കിൽ ഈ കൊച്ചച്ഛനെ കുറ്റം പറയരുതെന്ന്. അവിടെ കണ്ടില്ലെങ്കിൽ. ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസമില്ല. ആള് പൗരോഹിത്യം ഉപേക്ഷിച്ച് പോയി. വിശ്വാസം ഒരു ദാനമാണ്. അത് പഠിച്ചുകൊണ്ടൊന്നും കിട്ടില്ല. ദൈവത്തിൻ്റെ ദാനമാണ്, സമ്മാനമാണ്. ഈ സഭയിൽ നിങ്ങളുടെ വിചാരം, സഭയിൽ ആരാ ഏറ്റവും വലിയ റോള്? മാർപ്പാപ്പയാണോ? സഭയിലെ സ്ഥാനം അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. ആരാണ് യേശുവിനോട് കൂടുതൽ അനുരൂപപ്പെട്ടിരിക്കുക, ആ വ്യക്തിക്കാണ് സഭയിലെ ഏറ്റവും വലിയ സ്ഥാനം. ചിലപ്പോൾ ഒരു അമ്മാമ്മയായിരിക്കാം, ചിലപ്പോൾ ഒരു അപ്പാപ്പനായിരിക്കാം, ചിലപ്പോൾ ഒരു ചേട്ടനായിരിക്കാം, ചിലപ്പോൾ ഒരു യുവാവായിരിക്കാം, ചിലപ്പോൾ മാർപ്പാപ്പയായിരിക്കാം, ചിലപ്പോൾ ഒരു മെത്രാനായിരിക്കാം. ഒന്നും പറയാൻ പറ്റില്ല. ആരാണ് യേശുവിനോട് കൂടുതൽ അനുരൂപപ്പെട്ടിരിക്കുക, അവൻ്റെ സ്ഥാനമാണ് ഏറ്റവും വലുത്. മറ്റുള്ളതൊക്കെ ശുശ്രൂഷ തലമാണ്. മാർപ്പാപ്പയുടെ ആണെങ്കിലും മെത്രാൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും സിസ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും അതൊക്കെ ശുശ്രൂഷ തലങ്ങളാണ്, സ്ഥാനമാനങ്ങളല്ല. അതുകൊണ്ട് വിശ്വാസം എന്ന ദാനം അത് ലഭിക്കാനായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. നോക്ക്, ആ സ്ത്രീ, രക്തസ്രാവക്കാരെ സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിച്ച് തൊട്ടപ്പോൾ അവളുടെ വിശ്വാസമായിരുന്നു. അതാണ് വിശ്വാസം. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു, പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ വിശ്വാസം ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഷെയർ ചെയ്യാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഫാദറുടെ ഫാദർ ഒരു കാലഘട്ടത്തിൽ നിരീശ്വരവാദിയായിരുന്നു. ഞാൻ അച്ഛനായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഇടവകയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ വീടുകളിൽ ആൾക്കാരൊക്കെ പറയും, അച്ഛങ്ങോട്ട് വന്നേൻ, ഇവിടെ നിന്ന് ഇരുന്നേൻ, ഇന്ന ആളുടെ മകൻ്റെ മകനല്ലേ, അച്ഛനായിട്ട് ഉടുപ്പിട്ട് നടക്കുന്നത് കാണട്ടെ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദർ മുണ്ടശ്ശേരിയൊക്കെ ഒരുമിച്ച് യുക്തിവാദികളുടെ പ്രസംഗത്തിനൊക്കെ പോയിരുന്ന ആളാണ്. പക്ഷേ ഒരു പകുതി പ്രായം കഴിഞ്ഞപ്പോൾ പിന്നെ ഉറച്ച വിശ്വാസിയായി മാറിയെന്ന് മാത്രമല്ല, വീടുകൾ കയറിയിറങ്ങി കുർബാനയ്ക്ക് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകുന്ന വ്യക്തിയായിട്ട് മാറി. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ യുക്തിവാദി ചിന്തകളൊക്കെ വന്ന് മനസ്സിന് നിറഞ്ഞെങ്കിലും പിന്നീട് ഉറച്ച വിശ്വാസിയായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ. ഞാനും സെമിനാരി പഠിക്കുമ്പോൾ എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ ഈ കുറേ നിരീശ്വരവാദി പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഫിലോസഫി കാലഘട്ടത്തിൽ
ദൈവം ഉണ്ടോ ആ ഒരു സംശയം എനിക്കും. ആ ചെറുപ്രായത്തിൽ, അനുഭവമൊന്നുമില്ലാത്ത പക്വതയില്ലാത്ത പ്രായത്തിൽ, ഞാനന്ന് സ്പിരിച്വൽ ഫാദറായിരുന്ന മാത്യു മങ്കൊഴിക്കരച്ഛൻ്റെ മുറിയിൽ നിന്ന് മുട്ടി. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആധ്യാത്മിക ഗുരുവിനോട് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെന്ന് മുട്ടി വാതിൽക്ക്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, താടിയൊക്കെ തടവിക്കൊണ്ട്. ഞാൻ ചെന്ന് പറഞ്ഞു, അച്ചോ ഒരു സംശയം. പറയൂ മോനെ, പറയൂ, എന്താണ് സംശയം? ഞാൻ പറഞ്ഞു, ദൈവം ഉണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിക്കും മോനെ, പ്രാർത്ഥിക്കുക. അപ്പം എൻ്റെ മനസ്സിൽ ദൈവം ഉണ്ടോ എന്ന് സംശയമുള്ള ആരോട് പ്രാർത്ഥിക്കണം? പിന്നെ അന്നത്തെ ആ ബാലിശമായ ചിന്തയിൽ വിശ്വാസം ഒരു ദാനമാണെന്നും അത് പ്രാർത്ഥനയോട് ലഭിക്കുന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവൊന്നുമില്ലാത്ത പ്രായത്തിൽ കുറേ നിരീശ്വരവാദി ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചപ്പോൾ ഉണ്ടായ മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത കൊണ്ടാണ് ഞാനന്ന് അച്ഛൻ്റെ അടുത്ത് പോയത്. അതൊക്കെ മണ്ടത്തരാം എന്ന് പറഞ്ഞൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം, ഉറച്ച വിശ്വാസം ഉണ്ടാകാനായിട്ട്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അത് പറയാൻ വേണ്ടി പറഞ്ഞു. ഈ കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ രൂപതയിൽ, ഞാൻ താമസിക്കുന്നതിന് അടുത്തുള്ള ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ, കോവിഡ് കാലമാണ്, പള്ളിയിൽ പോകാനുള്ള അവസരമൊന്നും ഇല്ലല്ലോ. അവിടെ 2 യുവാക്കളുണ്ട്. ഞാൻ ആ വീട്ടിൽ ചെന്നു. നല്ല ട്രഡീഷണൽ ഫാമിലിയാണ്, കേരളത്തിൽ നിന്നുള്ള നല്ല ട്രഡീഷണൽ ഫാമിലിയാണ് ചെന്നൈയിൽ താമസിക്കുന്ന കുടുംബം. ആ 2 യൂത്ത് മുറി കയറി വാതിലടച്ചിട്ടിരിക്കുക. ബിഷപ്പ് അവർ വീട്ടിൽ ചെന്നു. ഞാൻ നോക്കുന്നുണ്ട്. എന്നെ പാർലറിൽ ഇരുത്തിയിട്ട് അവിടുത്തെ ചേട്ടനും ചേച്ചിയും മാറി മാറിപ്പോയി ആ വാതിലും ഇടിക്കുന്നുണ്ട്. എടാ പുറത്തേക്ക് വാടാ, ബിഷപ്പ് വന്നു, എടാ പുറത്തേക്ക് വാടാ, ബിഷപ്പ് വന്നു, ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. എന്ത് ചെയ്താൽ യൂത്ത് പുറത്തേക്ക് വരുന്നില്ല? ഞാൻ വിചാരിച്ചു, എന്നൊരു കാര്യം ചെയ്യാം, ഇവർ പുറത്തേക്ക് വരാൻ ഞാനും പോകുന്നില്ല, ഞാൻ തീരുമാനിച്ചു. കേരളത്തിൽ അത്ര അധികം പ്രവർത്തനങ്ങൾ, ടൈം ഷെഡ്യൂൾ അവിടെ ഇല്ല, നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തുന്നാൽ ഇവിടെ തന്നെ ഇരിക്കുക, രണ്ടാലും തീരുമാനമാക്കിയിട്ട് പോകുള്ളൂ, ഇവർ പുറത്തു വരില്ല നോക്കട്ടെ. അങ്ങനെ ഞാൻ ഇരിക്കുക. അവർക്കാണെങ്കിൽ പിള്ളേരെ അവിടെ എന്തോ കളിച്ചിരിക്കുക, ടാഡും എന്തോ കളിച്ചുകൊണ്ടിരിക്കുക. ഇവർക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ നിർത്തിയില്ല, ഞാനവിടെ ഇരിക്കുന്ന കാരണം. അവസാനം ഗതി മുട്ടിയപ്പോൾ ഒരു യുവാവ് പുറത്തിറങ്ങി വന്ന് എൻ്റെ അടുത്ത് വന്നിങ്ങനെ പറഞ്ഞു, ബിഷപ്പ്, I am sorry for not coming. I don't believe in God. That is the reason why I didn't come. അങ്ങോട്ട് പോയി. രണ്ടാമത്തെ വന്ന് പറഞ്ഞു, സോറി ബിഷപ്പ്, ഐ ഓൾസോ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്. നിങ്ങൾക്കറിയാവോ, നല്ല ട്രഡീഷണൽ കാത്തലിക് ഫാമിലിയിലത്തെ 2 യൂത്താണ്, എന്നും പള്ളിയിൽ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരായിരുന്നു. അവർ ഈ കോവിഡ് കാലത്തിരുന്നു കൊണ്ട് ഈ വാട്സപ്പിൽ, മൊബൈലിലൂടെ ഓരോ നിരീശ്വരവാദി ചിന്തകൾ ഇങ്ങനെ വായിച്ച് കേട്ട് അവരുടെ മനസ്സ് തിരിഞ്ഞു. അപക്വമായ ചിന്തയിൽ അവരതൊക്കെ ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ മനസ്സ് തിരിഞ്ഞ ഒരവസ്ഥയിലേക്ക് വന്നു. അതിൽ ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത് ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റിൽ മരിക്കുകയും ചെയ്തു. അപ്പോൾ വീട്ടുകാർക്ക് ആകെ പ്രയാസമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒത്തിരി നിരീശ്വരവാദ ചിന്തകൾ പങ്കുവെക്കുന്ന മീഡിയകൾ ഇന്നുണ്ട്. അതിൽ നമ്മുടെ യുവാക്കൾ അറിയാതെ കുടുങ്ങിപ്പോകുന്നുണ്ട്, പുറത്തറിയില്ല നമ്മൾ. അപ്പം അതുകൊണ്ട് വളരെ ജാഗ്രത പുലർത്തണം, ഈശ്വര വിശ്വാസത്തിൽ വളർത്താനും അതുപോലെ ഇങ്ങനെയുള്ള തെറ്റായ പഠനങ്ങൾ മക്കളുടെ ഉള്ളിൽ കയറാതിരിക്കാനുള്ള തടയിടാനും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. വിശ്വാസം ഒരു ദാനമാണ്, പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മക്കളെ മാറ്റി നിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. വി ഷുഡ് ബി അലേർട്ട്. വളരെയേറെ യൂത്ത് ഇങ്ങനെയുള്ള യുക്തിവാദി ചിന്തകൾക്ക് പുറകെയൊക്കെ പോകുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നത് അവർക്ക് കൺവിൻസിങ് ആകുന്ന രീതിയിലാണ്. നിങ്ങൾ വിശ്വസിച്ചോ, കുഴപ്പമില്ല. കാട്ടിലേക്ക് പോകുമ്പോൾ ഒരു തോക്കെടുത്തോ, കുഴപ്പമില്ല. അവിടെ മൃഗങ്ങളുണ്ടെങ്കിൽ വെടിവെക്കാം, അല്ലെങ്കിൽ തോക്ക് കയ്യിൽ വെച്ചാൽ എന്താ കുഴപ്പമില്ലല്ലോ. അങ്ങനെയൊക്കെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കും നമ്മുടെ മക്കൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, ഞാൻ ഈ മീഡിയ, ഈ മൊബൈൽ ഞാൻ ഉപയോഗിക്കുന്ന ആളല്ല. എനിക്ക് വയസ്സ് 67. ഞാൻ ഈ യുവജന ചിന്താഗതിക്കാരനല്ല. പക്ഷെ ഇപ്പം ഞാൻ കൃത്യമായിട്ട് ഈ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇതിലൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഇടുന്നുണ്ട്. എന്താ കാരണം എന്നറിയാവോ? കോവിഡ് കാലത്ത് ഞാൻ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ടി വിയിൽ നോക്കിയപ്പോൾ ടി വിയിൽ എഴുതി കാണിക്കുകയാണ്, സ്ക്രോൾ ന്യൂസ്. കോവിഡ് വ്യാപിച്ചു, പള്ളിയൊക്കെ പൂട്ടി, അച്ഛന്മാരൊക്കെ സ്ഥലം വിട്ടു,
ദൈവമില്ലെന്ന് അവർക്ക് ബോധ്യമായി. ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ദൈവമേ, ഞങ്ങൾ ആകെ ആശ്രയം പള്ളിയും ദൈവവും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളൊക്കെ അപകടത്തിലാണ് കോവിഡ് കാലത്ത്. അതിനെതിരായിട്ട് യുക്തിവാദി ചിന്തകൾ ഇങ്ങനെ മീഡിയ പരത്തുന്നത്, ആൾക്കാരെ കൂടുതൽ അസ്വസ്ഥതയിലേക്ക് വിടുന്നത് ശരിയല്ലല്ലോ ദൈവമേ ചിന്തിച്ചിട്ട്. ഞാൻ അതുവരെ ഒരു മീഡിയ ഉപകരണം ഉപയോഗിക്കാത്ത ആളാണ്. ഞാൻ അന്ന് എൻ്റെ കൂടെയുള്ള സുഹൃത്തിനോട് പറഞ്ഞു, നീ ഒരു കാര്യം, നീ എൻ്റെ ഒരു വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തേ. ഞാൻ ഇതുപോലെ തന്നെ വേഷമൊക്കെ ഇട്ട് നിന്ന് ഞാൻ അതിലൂടെ ഇത്രയും പറഞ്ഞു, ഒരു 2-3 വാചകം ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രതിസന്ധി നിറഞ്ഞ അവസരത്തിൽ, ആകെ ദൈവത്തിൽ മാത്രം ആശ്രയമുള്ള ഈ അവസരത്തിൽ ഞങ്ങളൊക്കെ മുട്ടുകുത്തി, പള്ളിയൊന്നും പൂട്ടി പോയിട്ടില്ല, മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ അച്ഛന്മാരൊക്കെ പള്ളി പൂട്ടിപ്പോയി ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞ് പരത്തുന്ന യുക്തിവാദി ചിന്തകൾക്ക് മീഡിയ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാണെന്നാണ് എൻ്റെ പക്ഷം. ഈ ഒരൊറ്റ വാചകം പറഞ്ഞുള്ളൂ. ഈ സാധനം വാട്സപ്പിൽ വെറുതെ ഇട്ടു. ഇത് ഇട്ടപ്പോഴേക്കും ഇത് ഭയങ്കര വൈറലായി എന്ന് പറഞ്ഞാൽ നഖശിഖാന്തരം എന്നെ എതിർത്തുകൊണ്ട് മീഡിയയിൽ പല വീഡിയോക്കാരും രംഗത്ത് വന്നു. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. ഇവന് എന്നെ ആൻ ഇഡിയറ്റ് ഓഫ് 21st century എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അതിനകത്ത്. എന്നെ ആൻ ഇഡിയറ്റ് ഓഫ് 21st century. അവൻ്റെ അരയിലൊരു കെട്ടുണ്ട്, അവന് തണ്ടലുവേദനയാണ് തോന്നണേ. വ്യക്തിപരമായിട്ടുള്ള അറ്റാക്കാണ്, അല്ലാതെ ആശയപരമായിട്ടുള്ള അറ്റാക്കല്ല. പിന്നെ എൻ്റെ പുറകിലൊരു മാതാവിൻ്റെ രൂപമുണ്ട്. അപ്പോൾ പറഞ്ഞു, അവൻ്റെ പുറകിൽ ഒരു പെണ്ണ് നിൽക്കുന്നു, മാതാവിൻ്റെ രൂപം പുറകിലുണ്ട്. ഇങ്ങനെയൊക്കെ വ്യക്തിപരമായി അപ്പം ഞാൻ ചിന്തിച്ച്, ദൈവമേ, ഒരു വാചകം ഇങ്ങനെ ഒന്ന് പറഞ്ഞതിനകത്ത് ഇത്രയും കയറി ആക്രമിക്കുന്ന ഒരു അവസ്ഥ വന്നെങ്കിൽ എന്തുമാത്രം സ്വാധീനമാണ് മീഡിയയ്ക്കുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ നേരമെടുത്ത് എഴുന്നേറ്റാൽ ഏതെങ്കിലും ഒരു ദൈവവചനോ അല്ലെങ്കിൽ ദൈവിക ചിന്തയോ മീഡിയയിലൂടെ പങ്കുവെക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ പറയുകയാണ്. എന്നെ ഈ മീഡിയയിലേക്ക് കൊണ്ടുവന്നത് യുക്തിവാദികളാണ്, നിരീശ്വര ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് വളരെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് മീഡിയ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളിൽ. ഇന്നൊരു പയ്യനോട് നീ അങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ പോവില്ല. ഹലോ നീ അങ്ങോട്ട് പോകുന്നോണ്ട് ഇത് കേൾപ്പിച്ചു കൊടുത്താൽ കൊച്ചങ്ങോട്ട് പോകും. അങ്ങനത്തെ കാലഘട്ടമാണ്. ഇതിനോടാണ് ഒരു പ്രത്യേക ചിന്തയൊക്കെ മക്കൾക്കുള്ളത്. മാതാപിതാക്കൾ അനുസരിക്കുന്നതിനും കൂടുതൽ ഇതിനെ അനുസരിക്കുക. അപ്പോൾ ഇതിലൂടെ തന്നെ നമ്മൾ കർത്താവിൻ്റെ വചനം, സത്യം അറിയിക്കാനല്ല നമുക്ക് കടമ. അബദ്ധങ്ങൾ പഠിപ്പിക്കാനാണോ നമുക്ക്? ശ്രദ്ധിക്കണം. അല്ലെ, അബദ്ധങ്ങൾ പഠിപ്പിക്കാതിരിക്കാനായിട്ട് മക്കളിലേക്ക് അത് കുത്തിവെക്കപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ യേശുവിൻ്റെ പഠനങ്ങൾ, ദൈവിക ചിന്തകൾ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. വിശ്വാസം എന്നത് ദാനമാണ്. ഒപ്പം തന്നെ വിശ്വാസം വളർത്തിയെടുക്കാനുള്ള കടമ നമുക്കുണ്ട്. വിശ്വാസത്തിൽ വഴിതെറ്റിപ്പോകാതിരിക്കാൻ തടയിടാനുള്ള കടമയും നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണെങ്കിൽ ക്രൈസ്തവ മീഡിയകൾ ചെയ്യുന്ന പോരെന്ന് പറയാൻ. ഇത്രയും സ്വാധീനമുള്ള മീഡിയ വ്യവസ്ഥയൊക്കെ ഉണ്ടായിട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പല ടി വികളും ഒത്തിരിയേറെ ചെയ്യുന്നുണ്ട്. ഗുഡ്നസ് TV, പല മീഡിയാസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പോരാ, നമുക്ക് ഇതുമാത്രം ഊർജമുള്ളവരാണ് നമ്മുടെ സഭയിലുള്ളവർ. എന്നിട്ട് വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസം ആളുകളിൽ ആളിക്കത്തിക്കാനായിട്ട് ചെയ്യുന്നത്ര പോരാ എന്നുള്ള ചിന്തയാണ് സഭ ഇന്ന് ചെയ്യുന്ന പോരാ എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. ഒപ്പം തന്നെ നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കാനായിട്ട് തടയിടാനും മീഡിയയിലൂടെ ശ്രമിക്കണം. പലർക്കും അറിയത്തില്ലെന്നേ മീഡിയയിലൂടെ എന്തെല്ലാം സ്വാധീനമാണ് നിരീശ്വരവാദ ചിന്ത പരത്താനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. പല അച്ഛന്മാർക്കും അറിയത്തില്ല, പല മെത്രാന്മാർക്കും അറിയത്തില്ല. അത്രയേറെ സ്വാധീനമാണ് ഇന്ന് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉപോത്ബലകമായിട്ടുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് സഭാ സമൂഹത്തെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താനുള്ള കടമ നമുക്കുണ്ടെന്നുള്ളൊരു ചിന്തയെ പങ്കുവെക്കുന്നു. അപ്പോൾ വിശ്വാസം ഒരു ദാനമാണ്. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. ആ വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം കൂടി പങ്കുവെക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ പരിപാലിക്കുന്നു. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അത്ഭുതമാണ്. 2018 ഞാൻ 2017 ഈ മെത്രാൻ ശുശ്രൂഷയിലേക്ക് വന്നത്. 2018 ആദിലീമന വിസിറ്റിന് പോകാനായിട്ട്, റോമിലേക്ക് പോകാനായിട്ട് എല്ലാ മെത്രാന്മാരും, സീറോ മലബാർ സഭയിൽ എല്ലാ മെത്രാന്മാരും പോകുമ്പോൾ ഞാനും എല്ലാം ബാഗൊക്കെ ഒരുക്കി വെച്ച്, അപ്പോൾ ഞാൻ ചിന്തിച്ചു, അയ്യോ
ഒരു മാസം അവിടെ തങ്ങേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് മരുന്നുകൾ എന്തെങ്കിലും വാങ്ങി ബാഗിൽ വെച്ചില്ലെങ്കിൽ മോശമല്ലേ? ഞാൻ അന്ന് വൈകുന്നേരം ചെന്ന് അവിടെ ഫാർമസി നോക്കിയപ്പോൾ നിലവിലുള്ള ഫാർമസികളൊക്കെ അടഞ്ഞു കിടക്കുന്നു. ഒരു ഡോളോയോ എന്തെങ്കിലും ഒരു പനിക്കുള്ള ഒരു ഗുളിയൊക്കെ എന്തെങ്കിലും കുറച്ച് മേടിക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള പെരമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെ അവിടുത്തെ ഒരു ആശുപത്രിയിലേക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ അവിടെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ ഒന്ന് അച്ഛനോട് പിതാവ് ഇങ്ങോട്ട് പോരെ, ഞാൻ ആ ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസ് എഴുതി തരാം, അപ്പോൾ അത് മേടിച്ചുകൊണ്ട് പോക്കോ. ഞാൻ അങ്ങോട്ട് ചെന്നു. ചുമ്മാ അങ്ങനെ ഡോക്ടറായിട്ട് എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഡോക്ടറുടെയും പേഷ്യൻസൊന്നും ഇല്ല. ഞാൻ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് ഇങ്ങനെ കാലും ഒരു ചെറിയ ഒരു തണുപ്പൊക്കെ വരുമ്പോൾ ഒരു അസ്വസ്ഥയൊക്കെ ഉണ്ട്, പ്രായമായില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വെറുതെ പറഞ്ഞു കാഷ്വലായിട്ട്, പിതാവിൻ്റെ ബാഗൊക്കെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയല്ലേ, ചുമ്മാ ഒരു ഇത്രയും പ്രായമായിരുന്നു, ഒരു എം ആർ ഐ എടുത്തോളാം കൊണ്ട് തലയുടെ, വേണം ഞാൻ എഴുതി തരാം. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ ഫ്രീ ആണ്, എന്നൊരു എം ആർ ഐ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളെടുത്തത് ഞാൻ പോയി ഒരു എം ആർ ഐ എടുത്തപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു മാക്രോ ട്യൂമർ, വലിയ ട്യൂമർ ഉണ്ടെന്നും ഉടനടി അത് ഡോക്ടർക്ക് എത്തിക്കണം എന്നുള്ള നിർദ്ദേശം എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഞാൻ ഉടനെ തന്നെ വെല്ലൂർക്ക് ആശുപത്രിയിലേക്ക് പോയി. എൻ്റെ യാത്ര ക്യാൻസൽ ചെയ്തു, റൂമിലേക്കുള്ള യാത്ര ക്യാൻസൽ ചെയ്ത്. അപ്പം അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇതാണ്, പ്രൊലാക്റ്റിനോമ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഇനി അത് ബ്ലഡിൽ പ്രൊലാക്റ്റിൻ കൂടുതലുണ്ടെങ്കിൽ വെറുതെ ഒരു ചെറിയൊരു ഗുളിക കഴിച്ചാൽ അത് മാറി അലിഞ്ഞു പൊക്കോളും. അതല്ലാതെ ഉടനടി ബ്രെയിൻ തുറന്നുള്ള ഓപ്പറേഷൻ വേണം. അത് സാധാരണ എങ്ങനെന്തൊക്കെ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. 3 ദിവസം ആ ബ്ലഡ് കൊടുത്തിട്ട് ഞാൻ നിൽക്കേണ്ടി വന്നു ടെസ്റ്റ് റിസൾട്ട് വരാനായിട്ട്. ആ റിസൾട്ട് വന്നതിന് ശേഷം, ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ടീം ഓഫ് ഡോക്ടേഴ്സിന് കാലിയേറ്റ് വെച്ചിരിക്കുകയാണ് ഒരാൾ, അടുത്ത ഹെഡ് ഡോക്ടർ. അതെന്നെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ബിഷപ്പ്, ഐദർ യു ആർ പ്രേയിങ് ടു മച്ച് ഓർ സംബഡി ഈസ് പ്രേയിങ് ടു മച്ച് ഫോർ യു. കാരണം ബ്ലഡിൽ ആ പ്രൊലാക്റ്റിൻ കണ്ടൻറ്റ് വളരെ ഹൈ കൂടുതലാണ്. അത് കൂടുതലാണെങ്കിൽ പിന്നെ ഒരു ഗുളിക കഴിച്ചാൽ മതി, അത് മാറിപ്പോക്കോളും, അലിഞ്ഞു പൊക്കോളും. ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ദൈവത്തിന് നന്ദി. അങ്ങനെ ഇപ്പോൾ 2018 നടന്ന ഒരു ഗാബർഗോളി എന്ന് പറഞ്ഞ ഗുളിക കുറച്ച് നാൾ കഴിച്ചു, പിന്നെ അത് അരയാക്കി, പിന്നെ അത് കാലാക്കി, നിസ്സാരമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ചെറിയ നേരം അവർ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട് ഓരോ വർഷവും. അപ്പോൾ 75% അത് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഈ ട്യൂമർ. പക്ഷെ ഡോക്ടേഴ്സിന്, വലിയൊരു ഡോക്ടേഴ്സിന് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്നറിയാമോ, സാധാരണഗതിയിൽ ഈ അസുഖം വന്നാൽ അതിന് സിംറ്റം ഇല്ല, അത് കാഴ്ച പോയി വ്യക്തി തളർന്നു കഴിഞ്ഞ ശേഷം അറിയാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പിതാവ് എന്തുകൊണ്ട് പോയി MRI സ്കാൻ ചെയ്തു? ആ ചോദ്യത്തിന് അവരുടെ മുമ്പിൽ ഉത്തരമില്ല, എനിക്ക് ഉത്തരമില്ല. നീരുവീഴ്ചയ്ക്ക് ഫാർമസിയിലേക്ക് മരുന്ന് മേടിക്കാൻ പോകുന്ന ആൾ MRI സ്കാൻ ചെയ്തൊരു സാഹചര്യം, അത് ആ ഫാർമസി അടഞ്ഞു കിടന്നു. ആ ഫാർമസി തുറന്നിരിക്കുകയാണെങ്കിൽ ഞാനിന്നിവിടെ ഉണ്ടാവില്ല. അതാണ് ദൈവത്തിൻ്റെ പരിപാലന. അവരിന്നും ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഒരാളും അങ്ങനെ വെറുതെ പോയി ടൈം പാസിന് MRI സ്കാൻ ചെയ്യാൻ പോകില്ലല്ലോ തല? അവർക്ക് ചോദ്യത്തിന് ഉത്തരമില്ല, എനിക്കും ആ ചോദ്യത്തിന് ഉത്തരവില്ല. എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫാർമസിയിൽ നിന്ന്, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് കിട്ടാനുള്ള സംവിധാനം ഉണ്ടായില്ല. അപ്പം ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്ന ആശുപത്രിയിൽ ഡോക്ടറായിട്ട് വർത്തമാനം പറയാൻ പോയി. അങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം ചുമ്മാ കാലിന് ചെറിയ മരവിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊരു ബന്ധമില്ലെന്ന് ഇവർ പറഞ്ഞു. അത് ചുമ്മാ പ്രായത്തിൻ്റെതായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനൊരു സിംറ്റം കാണത്തില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം അതാണ്. മുൻകൂട്ടി അറിഞ്ഞാൽ മരുന്ന് കഴിക്കാം, പക്ഷെ മുൻകൂട്ടി അറിയത്തില്ല, ലാസ്റ്റ് സ്റ്റേജിലാണ് അറിയുക, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം കട അടച്ചിട്ടുകൊണ്ട് MRI സ്കാൻ ചെയ്യാനുള്ള അവസരം ഒരുക്കി, ഇത് കണ്ടുപിടിക്കാനുള്ള അവസരം ഉണ്ടാക്കി. ഇതാണ് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ പരിപാലനം. നമുക്കറിയില്ല ദൈവത്തിൻ്റെ വഴികൾ, ദൈവം നമ്മെ നയിക്കുന്ന വഴികൾ. എപ്പോഴും നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. ആകുലപ്പെടേണ്ട കാര്യമില്ല, ആകുലപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുമ്പോൾ ദൈവത്തോടൊപ്പം നടക്കുക, ദൈവം ആവശ്യപ്പെടുന്നത് നിർവഹിക്കുക. എത്ര നാൾ നീ എനിക്ക് നൽകിയാലും ദൈവമേ, അത്ര നാൾ ഞാൻ നിനക്കായി വേല ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ പുറകെ നടക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച്
ദൈവവിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.